ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. സ്നേഹമുള്ളവരെ, എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 34-ാമത്തെ വചനമാണ് നമ്മളിപ്പോൾ പരിചിന്തനത്തിന്, പ്രാർത്ഥനയ്ക്ക് വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ആ വചനം ഇങ്ങനെയാണ്: അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. പ്രിയപ്പെട്ടവരെ, ഈ വചനം ആരംഭിക്കുന്നത് അതിനാൽ എന്ന ഒരു വാക്കുകൊണ്ടാണ്. അതിനാൽ എന്ന് വെച്ചാൽ ഏതിനാൽ, എന്ത് കാരണം കൊണ്ട് ആകുലതകൾ വേണ്ട എന്ന ചോദ്യം. ഉത്തരം ഇതാണ്: നമ്മളെ കരുതുന്ന, സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അങ്ങനെ ഒരു ദൈവം ഉള്ളതുകൊണ്ട് ഭാവിയെ ഓർത്ത് ആകുലപ്പെടേണ്ട. 3 തരത്തിലുള്ള ആകുലതകൾ അഥവാ വിഷമങ്ങൾ നമുക്കുണ്ട്. ഒന്ന്, കഴിഞ്ഞ കാലം ഓർത്തിട്ടുള്ള വിഷമങ്ങൾ. കഴിഞ്ഞ കാലത്ത് സംഭവിച്ച എത്രയോ ദുഃഖകരമായ കാര്യങ്ങൾ ഇന്നും ഓർത്ത് നമ്മൾ മനസ്സ് വേദനിച്ച് കഴിയുന്നുണ്ട്. രണ്ടാമത്തേത്, വർത്തമാനകാലത്തെ പ്രതിസന്ധികൾ ഓർത്തിട്ടുള്ള വിഷമങ്ങൾ. പ്രശ്നങ്ങളുണ്ട്, പരിഹാരമുണ്ടാകുന്നില്ല. ആവശ്യങ്ങളുണ്ട്, പരിഹാര മാർഗങ്ങൾ കാണുന്നില്ല. വ്യക്തിബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, രോഗപീഠകൾ അലട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമുക്ക് ചുറ്റുമുള്ളതുകൊണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ടെൻഷനും ആകുലതകൾക്കും കാരണമാണ്. മൂന്നാമത്തെ ആകുലത ഭാവിയെ ഓർത്തുള്ള ആകുലതയാണ്. ഭാവിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു. പല വ്യക്തികളെയും നമ്മൾ ഭയപ്പെടുന്നു. രോഗമുണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. മരണം സംഭവിക്കാമെന്ന് ഭയപ്പെടുന്നു. അപകടങ്ങളുണ്ടാകാമെന്ന് ഭയപ്പെടുന്നു. നമ്മളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിത പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. സാമ്പത്തിക കാര്യങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. വിവാഹം, വീട്, തൊഴിൽ തുടങ്ങിയ പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭൂത, വർത്തമാന, ഭാവി കാര്യങ്ങൾ ഓർത്തിട്ടുള്ള ആകുലത നമുക്കുണ്ട്. ഈ 3 തരത്തിലുംപ്പെട്ട ആകുലതകൾ കൂടി മനസ്സിൽ നിറയുമ്പോൾ അതിൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നമുക്ക് സഹിക്കാവുന്നതിലും താങ്ങാവുന്നതിലും അധികമാണത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇന്നത്തെ കാര്യം ഓർത്തിട്ട് ആകുലപ്പെട്ടാൽ മതി. നാളത്തെ ആകുലതകളെപ്പറ്റി ഇന്ന് ചിന്തിക്കേണ്ട. നാളത്തെ ആകുലതകൾ നാളെ സഹിച്ചാൽ മതി. ഇപ്പം നാളത്തെ ഓർത്ത് ഇന്നേ ആകുലപ്പെടേണ്ട എന്ന് യേശു പറഞ്ഞതിന് ചില അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കഴിഞ്ഞ കാലത്തെ ഒന്ന് നോക്കുക, പുറകോട്ടൊന്ന് തിരിഞ്ഞ് നോക്കുക. നമ്മൾ ഭയപ്പെട്ട എല്ലാം നമുക്ക് സംഭവിച്ചോ? നമ്മൾ ഭയപ്പെട്ട എല്ലാം നമുക്ക് സംഭവിച്ചോ? ഒരിക്കലും ഇല്ല. ഞാൻ ഒരുപാട് പേരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചോ? എല്ലാവരും തന്നെ പറഞ്ഞത് ഇല്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? രോഗം വരുമെന്ന് ഭയപ്പെട്ടു, പക്ഷേ രോഗം വന്നില്ല. തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, ആ പ്രതിസന്ധി ഉണ്ടായില്ല. സ്ഥലമാറ്റം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടു, അതുണ്ടായില്ല.
പരീക്ഷയിൽ തോക്കുമെന്ന് ഭയപ്പെട്ടു, പക്ഷേ പരീക്ഷ ജയിച്ചു. അപകടമുണ്ടാകുമെന്ന് ഭയപ്പെട്ടു, പക്ഷെ അതുണ്ടായില്ല. ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് ഭയപ്പെട്ടു, പക്ഷേ കുഞ്ഞിനൊരു കുഴപ്പവും ഉണ്ടായില്ല. പ്രസവം ബുദ്ധിമുട്ടാകുമെന്ന് ഭയപ്പെട്ടു, പക്ഷെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ. നമ്മൾ ആകുലപ്പെട്ട, ഭയപ്പെട്ട പലതും നമുക്ക് സംഭവിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നടക്കുകയില്ല, സംഭവിക്കുകയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആകുലപ്പെട്ട പലതും സംഭവിച്ചു. എന്ന് വെച്ചാൽ നടന്ന് കിട്ടുകയില്ല എന്ന് ചില നല്ല കാര്യങ്ങളെപ്പറ്റി നമ്മൾ വിചാരിച്ചു. ആ നല്ലതൊന്നും എനിക്ക് നടക്കാൻ പോകുന്നില്ല, അങ്ങനെയും നമ്മൾ ആകുലപ്പെട്ടു. പക്ഷെ പുറകോട്ട് നോക്കുക, നമ്മൾ ആകുലപ്പെട്ട പലതും സംഭവിച്ചില്ല. തന്നെയുമല്ല, സംഭവിക്കില്ല, നടക്കുകയില്ല എന്ന് വിചാരിച്ച പല നല്ല കാര്യങ്ങളും നടക്കുകയും ചെയ്തു. ജോലി കിട്ടില്ല എന്ന് വിചാരിച്ച എത്രയോ പേർക്ക് ജോലി കിട്ടി. പരീക്ഷ ജയിക്കില്ല എന്ന് വിചാരിച്ച എത്ര പേര് പരീക്ഷ ജയിച്ചു. വിവാഹം നടക്കില്ല എന്ന് വിചാരിച്ച എത്ര പേർക്ക് വിവാഹം നടന്നു. കുട്ടികളുണ്ടാവില്ല എന്ന് വിചാരിച്ച എത്ര പേർക്ക് കുട്ടികളുണ്ടായി. ആരും സഹായിക്കില്ല എന്ന് വിചാരിച്ച് ആകുലപ്പെട്ട എത്രയോ പേർക്ക് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചു. കടം വീടില്ല എന്ന് വിചാരിച്ച എത്രയോ പേരുടെ കടബാധ്യതകൾ വീടുകയോ കുറയുകയോ ചെയ്തു. അപ്പോൾ മനസ്സിലാകുന്നത്, സംഭവിക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച് ആകുലപ്പെട്ട പല നല്ല കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടി. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ആകുലപ്പെടാതിരുന്ന പല പ്രശ്നങ്ങളും നമുക്കുണ്ടായി എന്നുള്ളതാണ്. എനിക്കൊരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച് സമാധാനിച്ചിരുന്ന പല പ്രശ്നങ്ങളും എനിക്കുണ്ടായി, നിങ്ങൾക്കുണ്ടായി, എല്ലാവർക്കും ഉണ്ടായി. അതാണ് നമ്മുടെ അനുഭവം. ഉദാഹരണത്തിന്, എനിക്ക് രോഗം വരില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ രോഗിയായത്. ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മരണമുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് മരണമുണ്ടായത്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. അപകടങ്ങൾ ഉണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് അപകടമുണ്ടായത്. ബിസിനസ്സെ പറ്റി ശുഭപ്രതീക്ഷയിലായിരുന്നപ്പോൾ ആണ് ബിസിനസ് പരാജയപ്പെട്ടത്. കൃഷിയിൽ നിന്ന് സാമാന്യ നല്ല വരുമാനം പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് കൃഷി പരാജയപ്പെട്ടത്. അപ്പോൾ എനിക്ക് ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് ഞാൻ സമാധാനിച്ചിരുന്ന പ്രശ്നങ്ങൾ എനിക്കുണ്ടായി. ഞാൻ എൻ്റെ തന്നെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയട്ടെ. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത പല വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായി. ഉദാഹരണത്തിന്, എൻ്റെ ഒരു സഹോദരി അനേകം മാസങ്ങളായിട്ട് രോഗിയായി കിടക്കുക. ശരീരത്തിൻ്റെ ഒരു അവയവം പോലും അനക്കാൻ പറ്റുന്നില്ല. എൻ്റെ ആ ചേച്ചി അങ്ങനെ കിടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണം, അദ്ദേഹം മറ്റൊരു ബന്ധു വീട്ടിൽ പോയതാണ്. ആ വീടിൻ്റെ മുറ്റത്ത് ആർക്കോ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു. അപ്പോൾ ബോധം പോയി. ഏതാനും ദിവസങ്ങൾക്കുള്ള ആൾ മരിച്ചു. ഞങ്ങളാരും ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല. കുടുംബത്തിൽ 2 പേര് ഇതിനിടയ്ക്ക് ക്യാൻസർ രോഗികളായി. ഒരടുത്ത ബന്ധുവിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. എൻ്റെ കുടുംബത്തിൽ ഞാനുമായി ബന്ധപ്പെട്ടവർക്ക് ഇത്തരം ഒരു പ്രശ്നവും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പം വിചാരിക്കാത്തത് ഇത് സംഭവിച്ചു. ഇതുപോലെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കൊരിക്കലും സംഭവിക്കുകയില്ല എന്ന് നമ്മൾ സമാധാനിച്ചിരുന്ന, ആശ്വസിച്ചിരുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ഭയപ്പെട്ടതോ ഭയപ്പെടാതിരുന്നതോ മുൻകൂട്ടി കണ്ടതോ മുൻകൂട്ടി കാണാത്തതോ ആയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവയെല്ലാം നമ്മൾ അതിജീവിച്ചു എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ദൈവം നമുക്ക് കൃപ നൽകി എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ തിരിച്ചറിവുകൾ ഭാവിയിൽ നമ്മുടെ ആകുലതകൾ കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കും, അഥവാ സഹായിക്കണം. ഭയപ്പെട്ട ചിലത് സംഭവിക്കും, ഭയപ്പെട്ട ചിലത് സംഭവിക്കുകയില്ല. വിചാരിക്കാത്ത പ്രശ്നങ്ങളുണ്ടാകാം.
ഏത് വിധത്തിലുണ്ടാകട്ടെ, പ്രശ്നമുണ്ടാകട്ടെ, രണ്ടിനെയും നമ്മൾ അതിജീവിക്കും. അതിനുള്ള കൃപ നമുക്ക് കിട്ടും. അപ്പോൾ ദൈവകൃപ നമുക്ക് കിട്ടുമെന്നുള്ള ആ വിശ്വാസവും നമ്മുടെ ആകുലതയുടെ അളവ് കുറയ്ക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. നല്ല ദൈവവിശ്വാസമുള്ള ആളുടെ ആകുലത ദൈവവിശ്വാസമില്ലാത്ത അഥവാ ദൈവവിശ്വാസം കുറഞ്ഞ ആളുടെ ആകുലതയേക്കാൾ കുറവായിരിക്കും. ഒന്നുകൂടെ പറയാം, ദൈവവിശ്വാസം കൂടിയ ആളുകൾക്ക് ആകുലത കുറവായിരിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തവർക്കും ദൈവവിശ്വാസം കുറഞ്ഞവർക്കും ആകുലത കൂടുതലായിരിക്കും. ദൈവത്തിൽ അഗാധമായ വിശ്വാസവും പ്രത്യാശ അർപ്പിച്ച സങ്കീർത്തകൻ പറഞ്ഞ ഈ കൂസലില്ലായ്മയുടെ ചില വചനങ്ങൾ ബൈബിളിൽ നിന്ന് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനം 3 മുതൽ 6 വരെ വചനങ്ങൾ പറയുന്നു. കർത്താവേ, അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും. എൻ്റെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എനിക്കെതിരായി പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. നോക്കുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ ബോധ്യമുള്ളവരാൾ ഭാവിയിൽ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലും അതിനെ ഓർത്ത് ആകുലപ്പെടുന്നില്ല, അതിനെ ഓർത്ത് ഉറക്കം നഷ്ടപ്പെടുന്നില്ല. കാരണം ദൈവം പരിപാലിക്കുമെന്നുള്ള ബോധ്യം. 23-ാമത്തെ സങ്കീർത്തനത്തിലെ ചില വചനങ്ങൾ പറയാം. 23:1 പറയുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 23:4 പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. 23:6 പറയുന്നു, അവിടുത്തെ നന്മയും കരുണയും എന്നും എന്നെ അനുഗമിക്കും. അവിടെയും കൂസലില്ലായ്മ നമ്മൾ കാണുകയാണ്. 27-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ വചനം പറയുന്നു, കർത്താവ് എൻ്റെ രക്ഷയും പ്രകാശവുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം. കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം. 27:3 പറയുന്നു, ഒരു സൈന്യം തന്നെ എനിക്കെതിരായി പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരായി യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം കൈവിടുകയില്ല. 27:5 പറയുന്നു, ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. 56-ാം സങ്കീർത്തനം 10-11 വചനങ്ങൾ പറയുന്നു, ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? അതിനർത്ഥമെന്താ? എനിക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, അവരെന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എന്നാലും ഞാൻ ഭയപ്പെടില്ല. കാരണം കർത്താവ് എന്നെ സംരക്ഷിക്കുമെന്ന ബോധ്യം എനിക്കുണ്ട്. 118-ാം സങ്കീർത്തനത്തിലെ 2-ാമത്തെ വചനം പറയുന്നു, എന്നെ സഹായിക്കുവാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. അപ്പോൾ ഈ സങ്കീർത്തന വചനങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ വിശ്വസിക്കുകയും പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഭാവിയിൽ അവർ മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലും അവർക്ക് ആകുലതയില്ല, അവർക്ക് ഭയമില്ല. കാരണം ദൈവം അവരെ ആവശ്യ നേരത്ത് സംരക്ഷിക്കും, അവരുടെ പ്രശ്നം തീർത്തു കൊടുക്കും, അല്ലെങ്കിൽ അവരെ ബലപ്പെടുത്തുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. എത്ര കൂടുതൽ കണ്ട് ദൈവപരിപാലനയിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നുവോ അത്ര കൂടുതൽ കണ്ട് നമ്മുടെ ആകുലതകൾ നമ്മളെ കുറയും. അതുകൊണ്ട് ആകുലതകൾ കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നമ്മൾ ഭയപ്പെടുന്നതെല്ലാം സംഭവിക്കുകയില്ല എന്ന് കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വിശ്വസിക്കുക. 2, വിചാരിച്ചതോ വിചാരിക്കാത്തതോ ആയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായാലും ദൈവം അവിടെ ഇടപെട്ട് ഒന്നെങ്കിൽ അതിനെ പരിഹരിച്ചു തരും, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് തരുമെന്ന് വിശ്വസിക്കുക.
പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോഴും മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. എത്ര കർത്താവിനെ ആശ്രയിക്കുന്നവരായാലും എത്ര വിശ്വാസമുള്ളവരായാലും വിചാരിക്കാത്ത ഒരു പ്രതിസന്ധി വരുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷം പതറിപ്പോകാം. ഗെത്സമേൻ തോട്ടത്തിൽ യേശുക്രിസ്തു പോലും പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ മാറ്റിത്തരണമേ. പക്ഷേ പിന്നീട് ശാന്തത വീണ്ടെടുത്തു. എന്നിട്ടാണ് പറഞ്ഞത്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. ഒരു നിമിഷത്തെ പതറിച്ച ജോബ് വലിയ ദൈവവിശ്വാസിയായിരുന്നു. എല്ലാം സ്വത്തും നഷ്ടപ്പെട്ടു. ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറഞ്ഞു. ബന്ധുക്കളെല്ലാം ശത്രുക്കളായി. അപ്പോഴും ജോബ് പറഞ്ഞു, ജോബിൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി. അപ്പോഴും ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ആ ജോബ് പോലും ഒരിക്കൽ പതറുന്നുണ്ട്. ജോബ് മനസ്സ് പതറിയപ്പോൾ പറഞ്ഞ വചനങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ജോബിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലെ വചനങ്ങളാണത്. അതിനുശേഷം ജോബ് സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെട്ടതാകട്ടെ. ആ ദിവസം അന്ധകാരമൃതമാകട്ടെ. ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ. അതിൻ്റെ മേൽ പ്രകാശം ചുരിയാതിരിക്കട്ടെ. അന്ധകാരം അതിനെ ഗ്രസിക്കട്ടെ. കാർമേഘം അതിനെ ആവരണം ചെയ്യട്ടെ. അന്ധകാരം കൊണ്ട് അത് ഭീകരമായി തീരട്ടെ. ആ രാത്രി കട്ടിപിടിച്ച ഇരുട്ടുകൊണ്ട് നിറയട്ടെ. ആണ്ടുവട്ടത്തിലെ മാസങ്ങളുടെയും ദിവസങ്ങളുടെയും ഗണത്തിൽ അത് ഉൾപ്പെടാതെ പോകട്ടെ. ആ രാത്രി ശൂന്യമായി പോകട്ടെ. അതിൽ നിന്ന് ആനന്ദ ആരവം ഉയരാതിരിക്കട്ടെ. ലബിയാദിനെ ഇളക്കിവിടാൻ കഴിവുള്ളവർ അതിനെ ശപിക്കട്ടെ. അതിൻ്റെ പ്രഭാത നക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ. പ്രകാശത്തിന് വേണ്ടിയുള്ള അതിൻ്റെ അഭിലാഷം പാഴായി പോകട്ടെ. പ്രഭാതം വിടരുന്നത് കാണാതിരിക്കട്ടെ. അമ്മയുടെ ഉദരം അടച്ച് അത് എൻ്റെ ജനനം തടഞ്ഞില്ല. എൻ്റെ കൺമുമ്പിൽ വെച്ച് ദുരിതങ്ങളെ മറച്ചില്ല. ജനിച്ച ഉടനെ ഞാൻ മരിക്കാഞ്ഞതെന്ത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ എന്തുകൊണ്ട് എൻ്റെ ജീവിതം അവസാനിച്ചില്ല? എൻ്റെ അമ്മ എന്തിനെന്നെ മടിയിൽ കിടത്തി ഓമനിച്ചു? എന്തിന് എന്നെ പാലൂട്ടി വളർത്തി? ഞാൻ നിദ്രയണഞ്ഞ് ശാന്തി അനുഭവിക്കുമായിരുന്നല്ലോ. നഷ്ടനഗരങ്ങൾ പുനരുദ്ധരിച്ച രാജാക്കന്മാരെയും അവരുടെ ഉപദേഷ്ടാക്കളെയും പോലെ തങ്ങളുടെ കൊട്ടാരത്തിൽ സ്വർണവും വെള്ളിയും കൊണ്ട് നിറച്ച പ്രഭുക്കന്മാരെ പോലെ ഞാൻ ശാന്തമായി ശയിക്കുമായിരുന്നല്ലോ. പ്രകാശം നുടരാൻ ഇടകിട്ടാതെ മാതൃഗർഭത്തിൽ വച്ച് മരിച്ച ശിശുക്കളുടെ ഗണത്തിൽ ഞാൻ ഉൾപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? അവിടെ ദുഷ്ടരുടെ ഉപദ്രവം കടന്നു വരുന്നില്ല. ക്ഷീണിതർക്ക് അവിടെ വിശ്രമം ലഭിക്കുന്നു. തടവുകാർ പോലും അവിടെ സ്വസ്ഥത അനുഭവിക്കുന്നു. മേലാളന്മാരുടെ ആജ്ഞാസ്വരം അവരെ അലട്ടുന്നില്ല. ചെറിയവരും വലിയവരും അവിടെയുണ്ട്. അടിമ യജമാനനിൽ നിന്ന് മോചനം നേടിയിരിക്കുന്നു. കഷ്ടപ്പെടുന്നവന് എന്തിന് പ്രകാശം? തപ്തഹൃദയന് എന്തിന് ജീവിതം? അവൻ മരണത്തെ തീവ്രമായി വാഞ്ചിക്കുന്നു, അത് വന്നണയുന്നില്ല. നിധി തേടുന്നവനേക്കാൾ ശ്രദ്ധയോടെ അവൻ മരണം അന്വേഷിക്കുന്നു. ശവകുടീരം പ്രാപിക്കുമ്പോൾ അവർ അത്യധികം ആനന്ദിക്കുന്നു. വഴി കാണാത്തവന് ദൈവം വഴിയടച്ചവന് വെളിച്ചം എന്തിനാണ്? നെടുവീർപ്പുകളാണ് എൻ്റെ ഭക്ഷണം. ജലപ്രവാഹം പോലെ ഞാൻ നിരന്തരം ഞരങ്ങുന്നു. ഞാൻ ഭയപ്പെട്ടിരുന്നത് എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ഞാൻ അസ്വസ്ഥനും ആശ്വാസരഹിതനുമാണ്. എനിക്ക് വിശ്രമമില്ല. ദുരിതങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നോക്കുക. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞ അതേ ജോബ് പ്രത്യാശ നശിച്ച് വിശ്വാസം ക്ഷയിച്ച് പതറിപ്പോയപ്പോൾ പറഞ്ഞ വചനമാണ്. മറ്റ് രണ്ടാമത്തെ ഉദാഹരണം ജെറമിയായുടെ പുസ്തകത്തിൽ നിന്നാണ്.
ജെറമ്യായുടെ പുസ്തകം 8-ാം അധ്യായം 18 മുതൽ 22 വരെ വചനങ്ങളിൽ ജെറമ്യ ഇങ്ങനെ പറയുന്നു: ശമനമില്ലാത്ത ദുഃഖത്തിലാണ് ഞാൻ, കഥനഭാരം ഹൃദയത്തെ മതിക്കുന്നു. എൻ്റെ ജനത്തിൻ്റെ വിലാപം ദേശത്തെങ്ങും മാറ്റിക്കൊള്ളുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കർത്താവ് സിയോനിലില്ലേ? അവളുടെ രാജാവ് അവളുടെ മധ്യയില്ലേ? വിളവെടുപ്പ് തീർന്നു, വേനൽക്കാലവും അവസാനിച്ചു, എന്നിട്ടും നാം രക്ഷപ്പെട്ടില്ല. എൻ്റെ ജനത്തിൻ്റെ മുറിവ് എൻ്റെ ഹൃദയത്തെയും വ്രണതമാക്കുന്നു. ഞാൻ ദുഃഖിതനാണ്, ഭീതി എന്നെ ഗ്രസിച്ചിരിക്കുന്നു. ഗിലെയാദിൽ ഔഷധമില്ലേ? രോഗശാന്തി നൽകുവാൻ അവിടെ ഭിഷഗ്വരന്മാരില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജനത്തിന് രോഗശാന്തി ലഭിക്കാത്തത്? വീണ്ടും ജെറമ്യ പതറിപ്പോയ മറ്റൊരവസരത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. ജെറമ്യായുടെ പുസ്തകം 20-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയും 14 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ്. ഞാനതും ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കാം. കർത്താവേ, അങ്ങ് എന്നെ വഞ്ചിച്ചിരിക്കുന്നു, ഞാൻ വഞ്ചിതനായി. അങ്ങ് എന്നേക്കാൾ ശക്തനാണ്, അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായി തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടപെടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും കാരണമായിരിക്കുന്നു. അവിടുത്തെപ്പറ്റി ഞാൻ ചിന്തിക്കുകയില്ല, അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കുവാൻ ശ്രമിച്ച് ഞാൻ തളർന്നു, എനിക്ക് സാധിക്കുന്നില്ല. പലരും അടക്കം പറയുന്നത് ഞാൻ കേൾക്കുന്നു. സർവത്ര ഭീതി, അവനെതിരെ ആരോപണം നടത്തുക, നമുക്ക് അവനെതിരെ കുറ്റാരോപണം നടത്താം. എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഞാൻ വീഴുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. അവനെ വഴിതെറ്റിയാക്കാം, അപ്പോൾ നമുക്ക് അവൻ്റെ മേൽ വിജയം നേടാം, പ്രതികാരം നടത്തുകയും ചെയ്യാം. തുടർന്ന് ജെറമ്യ പറയുകയാണ്: ഞാൻ പിറന്ന ദിവസം ശപിക്കപ്പെട്ടതാകട്ടെ, എൻ്റെ അമ്മ എന്നെ പ്രസവിച്ച ദിവസം അനുഗ്രഹിക്കപ്പെടാതിരിക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിനക്കൊരു പുത്രൻ ജനിച്ചിരിക്കുന്നുവെന്ന വാർത്ത അറിയിച്ച് അവനെ സന്തോഷിപ്പിച്ചവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. കർത്താവ് നിർദ്ദയം നശിപ്പിച്ച പട്ടണം പോലെയാകട്ടെ അവൻ. രാവിലെ നിലവിളിയും ഉച്ചയ്ക്ക് പോർവിളിയും അവനെ കേൾക്കാൻ ഇടയാവരട്ടെ. എന്തുകൊണ്ട് അവൻ എന്നെ പിറക്കുന്നതിന് മുമ്പ് കൊന്നില്ല? എൻ്റെ അമ്മയുടെ ഉദരം എന്നേക്കും എൻ്റെ ശവകുടീരമാകുമായിരുന്നു. എന്തിനാണ് ഞാൻ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നത്? അധ്വാനവും സങ്കടവും കാണാനോ? എൻ്റെ ദിനങ്ങൾ അപമാനത്തിൽ കഴിച്ചുകൂട്ടുന്നതിനോ? പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ നമ്മളെ വ്യക്തമാക്കുന്നത് എത്ര വിശ്വാസവും ദൈവാശ്രയ ബോധമുണ്ടെങ്കിലും ഒരു നിമിഷം പതറിപ്പോകാമെന്നാണ്. പക്ഷേ ഈ പ്രവാചകന്മാരൊക്കെ, ഈ വിശുദ്ധരൊക്കെ ആ പതർച്ചയെ അതിജീവിച്ചു. വിശുദ്ധ ചെറുപുഷ്പം പോലും, എത്രമാത്രം വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിച്ച ആ വിശുദ്ധ പോലും മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞു, ദൈവമുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. പതറിപ്പോയ ഒരു നിമിഷത്തിൽ, അന്ധകാരം വ്യാപിച്ചൊരു നിമിഷത്തിൽ പറഞ്ഞതാ. പക്ഷെ അവരെല്ലാം അതിനെ അതിജീവിച്ചു. പ്രിയപ്പെട്ടവരിതുപോലെ ഒരു നിമിഷം നമുക്കും ജീവിതത്തിൽ പതർച്ച തോന്നാം, പ്രത്യാശ നശിക്കാം, നിരാശ പിടികൂടാം, സങ്കടം പിടികൂടാം, ആകുലതകളാൽ നിറയാം. പക്ഷെ സാരമില്ല, ആ പതർച്ചയെ നമ്മുടെ വിശ്വാസം കൊണ്ട്, പ്രത്യാശ കൊണ്ട് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കണം. കാരണം നമുക്ക് ഒരു ദൈവമുണ്ട്, കരുണ കാണിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മളുടെ പ്രശ്നങ്ങൾ ഇടപെടും, ആ ദൈവം നമ്മളെ സഹായിക്കും, ആ ദൈവം നമ്മളെ താങ്ങി നിർത്തും, ആ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും. അവിടെ ഈ ഒരു വചനം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വലിയ പരിപാലനയിലും ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, കരുണ കാണിക്കുന്ന ദൈവമാണ്, ആവശ്യ നേരത്തെ ഇടപെടുന്ന ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണല്ലോ
നാളെക്കുറിച്ച് ആകുലപ്പെടേണ്ട എന്ന് പറഞ്ഞത്. കർത്താവെ, വിശ്വാസത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ഉത്കണ്ഠകളെ അതിജീവിക്കുവാൻ കരുതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആകുലതകളെയും അതിൻ്റെ കാരണങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ശക്തി വെളിപ്പെടുത്തിക്കൊണ്ട്, നിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട്, നിൻ്റെ കരുതൽ വെളിപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ആവശ്യങ്ങളിൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ ഉത്കണ്ഠകളിൽ ഇടപെടണമേ എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.